എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ 2 ഒരു സുപ്രധാന ഗ്രഹമാറ്റം നടക്കുകയാണ്. ദേവഗുരുവായ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനാണ് വ്യാഴം. 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇത്തരത്തിൽ ഉച്ചസ്ഥിതനായിട്ട് മാറുന്നത്. ഈ മാറ്റം നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ബാധിക്കും, സാമ്പത്തികത്തെ എങ്ങനെ ബാധിക്കും, അതുപോലെ കുടുംബം, ആരോഗ്യം എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിലവിൽ 7ാം ഭാവത്തിലാണ്. ജൂൺ 2 മുതൽ അത് 8ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. സാധാരണഗതിയിൽ അഷ്ടമത്തിലെ വ്യാഴം അത്ര ശുഭകരമല്ല എന്ന് കരുതപ്പെടാറുണ്ടെങ്കിലും ഇവിടെ വ്യാഴം തൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഇതൊരു വിപരീത രാജയോഗ സമാനമായ ഫലങ്ങളൊക്കെ നൽകുന്നതാണ്. അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനുരാശിക്കാർക്ക് ഇപ്പോൾ ശനിയും അത്ര ഗുണകരമായ അവസ്ഥയിലല്ല. ശനി നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. കണ്ടക ശനിയുടെ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. വ്യാഴം രാശി മാറുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീൻ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ മേൽ പതിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കണ്ടകശനിയുടെ ദോഷത്തിന് അല്പം കുറവും ഈ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ വ്യാഴം 8ൽ വരുന്നത് അത്ര ശുഭകരമല്ല എന്ന് പറയാറുണ്ടെങ്കിലും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഉച്ചസ്ഥിതിയിൽ അഷ്ടമഭാവത്തിൽ വരുന്നത് അത്ര ദോഷം ചെയ്യില്ല, മറിച്ച് ഗുണമായിരിക്കും ചെയ്യുന്നത്. 8ാം ഭാവത്തെയൊക്കെ ആ വ്യാഴം ബലപ്പെടുത്തുന്നതാണ്. 8ാം ഭാവം അപ്രതീക്ഷിത ധനലാഭമൊക്കെ ഉണ്ടായേക്കാം. ഇൻഷുറൻസ്, അതുപോലെ പാരമ്പര്യ സ്വത്ത്, അല്ലെങ്കിൽ മുമ്പ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണം ഒക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിലേക്കൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഗുണകരമായ സമയമാണ്. അതുപോലെ ആത്മീയമായ ഉണർവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിഗൂഢ ശാസ്ത്രങ്ങളോടും ആത്മീയതയോടും ഒക്കെ താല്പര്യം ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അഷ്ടമത്തിൽ വ്യാഴം നിന്നിട്ട് വ്യാഴത്തിന് 3 ദൃഷ്ടികളൂടെ ഉണ്ട്. 5ാം ഭാവദൃഷ്ടി, 7ാം ഭാവദൃഷ്ടി, 9ാം ഭാവദൃഷ്ടി. വ്യാഴത്തിൽ നിൽക്കുന്ന രാശിയെക്കാട്ടിലും വ്യാഴം നോക്കുന്ന രാശിക്കാണ് ഗുണം എന്നാണ് പറയാറുള്ളത്. അഷ്ടമഭാവമായ കർക്കിടകത്തിൽ വ്യാഴം നിന്നിട്ട് 5ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 12ാം ഭാവമായ വൃശ്ചികൻ രാശിയിലേക്കാണ്. 12ാം ഭാവം എന്നത് മോക്ഷത്തിൻ്റെ ഒരു ഭാവമാണ്. അതുപോലെ വിദേശവാസം, ചിലവുകൾ എന്നിവയുടെയൊക്കെ സ്ഥാനമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് ഉപരിപഠനമൊക്കെ ലക്ഷ്യമിടുന്നവർക്കോ ഈ ദൃഷ്ടി വലിയ അനുഗ്രഹമാണ്. തടസ്സപ്പെട്ട് കിടന്ന വിസ നടപടികളൊക്കെ വേഗത്തിലാകാനും ജോലി സംബന്ധമായി വിദേശത്തൊക്കെ സ്ഥിര താമസമാകാനും ഒക്കെ ഈ സമയം നിങ്ങളെ സഹായിക്കുന്നതാണ്. 12ാം ഭാവം ചിലവുകളുടെയൊക്കെ സ്ഥാനമാണെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതോടെ നിങ്ങളുടെ പണം അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് നഷ്ടപ്പെടില്ല. മറിച്ച് വിവാഹം, അതുപോലെ വീട് പണി, അല്ലെങ്കിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ എന്നിവയ്ക്കൊക്കെ ആയിരിക്കും പണം ചിലവഴിക്കുന്നത്. അതുപോലെ 12ാം ഭാവം എന്ന് പറയുന്നത് ശയന സുഖത്തിൻ്റെ ഒരു സ്ഥാനം കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ടൊക്കെ ഉറക്കക്കുറവോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമോ ഒക്കെ അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. മനസ്സ് ശാന്തമാവുകയും സമാധാനപരമായ ഉറക്കമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. 12ാം ഭാവം മോക്ഷസ്ഥാനം കൂടിയാണ്. തീർത്ഥാടനങ്ങൾക്കും ആത്മീയ യാത്രകൾക്കുമൊക്കെ ഈ കാലയളവിൽ അവസരമുണ്ടാകുന്നതാണ്. നിഗൂഢമായ വിഷയങ്ങളൊക്കെ പഠിക്കാനും ധ്യാനത്തിനും അതുപോലെ യോഗയ്ക്കുമൊക്കെ സമയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് അസുഖത്തിൽ നിന്നൊക്കെ മോചനമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. ചികിത്സാ ചെലവൊക്കെ കുറയാനും വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ വ്യാഴത്തിൻ്റെ ഈ 5ാം ദൃഷ്ടി നിങ്ങളുടെ അനാവശ്യ നഷ്ടങ്ങളെയൊക്കെ തടയുകയും ദൂരെ യാത്രകളിലൂടെയൊക്കെ ജീവിതത്തിൽ വലിയ ഗുണങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2ാം ഭാവത്തിലേക്കാണ്. 2ാം ഭാവം എന്നത് ധനം, കുടുംബം, വാക്ക്, പോലെ പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. വ്യാഴം 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നതാണ്. ധനപരമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സ്രോതസ്സുകളിൽ നിന്ന് പണമൊക്കെ വന്നു ചേരാൻ ഈ ദൃഷ്ടി സഹായിക്കുന്നതാണ്.
ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ മാറി സാമ്പത്തിക അച്ചടക്കമൊക്കെ കൈവരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ കുടുംബത്തിൽ സമാധാനം വരുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ പിന്തുണയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിലൊക്കെ ഒരു പ്രത്യേക വശ്യതയും ആത്മവിശ്വാസവും ഒക്കെ പ്രകടമാകുന്നതാണ്. മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്കൊക്കെ സാധിക്കുന്നതാണ്. പ്രഭാഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ, അധ്യാപകരെ, അഭിഭാഷകരെ തുടങ്ങിയവർക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. സാമ്പത്തികമായിട്ടൊക്കെ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാനൊക്കെ ഈ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. വ്യാഴത്തിന് ഏറ്റവും ബലമുള്ള ദൃഷ്ടിയാണ് 9ാമത്തെ ദൃഷ്ടി. ഭാഗ്യദൃഷ്ടി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. 8ൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ 9ാം ദൃഷ്ടി കൊണ്ട് സ്വന്തം രാശി തന്നെയായ മീനത്തെ നോക്കുന്നുണ്ട്. ആ മീനൻ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ആ ശനിയുടെ ദോഷവും ഈ വ്യാഴം നോക്കുന്നതോടുകൂടി കുറയുന്നതാണ്. സ്വന്തമായിട്ടൊക്കെ ഒരു വീട് എന്ന ഒരു സ്വപ്നം കണ്ടു നടക്കുന്ന ധനുരാശിക്കാർക്കൊക്കെ ഈ കാലയളവിൽ അത് യാഥാർത്ഥ്യമാകുന്നതാണ്. വസ്തു വാങ്ങാനോ അതുപോലെ പഴയ വീടൊക്കെ പുതുക്കി പണിയാനോ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വരുന്നതാണ്. തടസ്സപ്പെട്ടൊക്കെ കിടന്ന വീട്ടുപണികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ വാഹനയോഗം, പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം മികച്ചതാണ്. അതുപോലെ അമ്മയുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുകയും അമ്മയുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയൊക്കെ ചെയ്യുന്നതാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയോ സ്വത്തോ ഒക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവിച്ചിരുന്ന മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചനമൊക്കെ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷവും സംജാതമാകുന്നതാണ്. 4ാം ഭാവം സുഖസ്ഥാനമാണ്. ആ സുഖസ്ഥാനം ബലപ്പെടുന്നത് കൊണ്ട് മനസ്സിനൊക്കെ വലിയ ഒരു തൃപ്തിയൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ്. അതുപോലെ ഉന്നത പഠനത്തിനൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ദൃഷ്ടി വലിയ വിജയം നൽകുന്നതാണ്. പഠനകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല മാർക്ക് വാങ്ങാനും ഒക്കെ ഈ ദൃഷ്ടി കൊണ്ട് സാധിക്കുന്നതാണ്. 9ാം ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായ സുഖസൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ്. കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ ഫലം ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വ്യാഴമാറ്റം പൊതുവെ ഗുണകരമാണെങ്കിലും അഷ്ടമത്തിലെ സ്ഥിതിയും ശനിയുടെ സ്വാധീനമൊക്കെ പരിഗണിച്ച് ദോഷഫലങ്ങൾ കുറയാനും വ്യാഴത്തിൻ്റെ പൂർണ്ണാനുഗ്രഹമൊക്കെ നേടാനും ധനുരാശിക്കാർ ചെറിയ ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം ഭക്തിപൂർവ്വം ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനൊക്കെ സഹായിക്കും. വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതീവ ഗുണകരമാണ്. അതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികളൊക്കെ വാങ്ങി നൽകുകയോ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അധ്യാപകരെ, മുതിർന്നവരെ, അതുപോലെ ഗുരുക്കന്മാരെ എന്നിവരുടെയൊക്കെ അനുഗ്രഹം തേടുക. സാധ്യമായവരെ വ്യാഴാഴ്ചകളിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് നല്ല രീതിയിലുള്ള ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഈ വ്യാഴമാറ്റം വെല്ലുവിളികളെയൊക്കെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഒരു കാലമാണ്. അഷ്ടമത്തിലെ വ്യാഴം അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ 4ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും 2ാം ഭാവത്തിലേക്കും ഒക്കെയുള്ള ദൃഷ്ടികൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു അടിത്തറ ഉണ്ടാക്കി തരുന്നതാണ്. വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വിദേശയാത്രയൊക്കെ സ്വപ്നം കാണുന്നവർക്കും ഈ കാലയളവ് ഒരു സുവർണ അവസരമാണ്. ആത്മവിശ്വാസത്തോടെയൊക്കെ മുന്നേറുക. ഈ പ്രവചനങ്ങളൊക്കെ ഒരു പൊതുവായ പ്രവചനമാണെങ്കിലും വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികൾക്കൊക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലുമൊക്കെ ധനുരാശിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.